ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് ശ്രവിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 43. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 43, ജൂലൈ 29, 1979. 179. നിങ്ങളുടെ പ്രത്യുത്തരം. സ്നേഹസുധരേ, ഒരു അമ്മയുടെ ദൃഷ്ടിയോടെ നിങ്ങളെ ഞാൻ നോക്കുന്നു. കാരണം ഞാൻ നേരത്തെ തന്നെ പല വിധത്തിലും നിങ്ങളെ അറിയിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് കൂടുതൽ പൂർണ്ണ പ്രത്യുത്തരം നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ മഹാപദ്ധതിക്ക് സന്നദ്ധരാകുവാൻ ഈ വിധത്തിൽ മാത്രമേ നിങ്ങൾക്ക് കഴിവുണ്ടാവുകയുള്ളൂ. ആരംഭിച്ചു കഴിഞ്ഞ സമരത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് ഈ വിധത്തിലേ സാധിക്കുകയുള്ളൂ. ഞാൻ റാണിയും നായികയുമായിരിക്കുന്ന എൻ്റെ സൈന്യത്തിൻ്റെ യഥാർത്ഥ അംഗങ്ങളാകുവാൻ ഈ വിധത്തിലേ നിങ്ങൾ പ്രാപ്തരാകൂ. എൻ്റെ പദ്ധതി നിർവഹിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യുത്തരത്തെ വിലയിരുത്താൻ എനിക്ക് സാധ്യമാകണം. നിങ്ങളുടെ പ്രത്യുത്തരം ഉദാരവും നിലനിൽക്കുന്നതും നിരുപാധികവും ആയിരിക്കട്ടെ. നിങ്ങളെ പോറ്റുവാനും നിങ്ങൾക്ക് രൂപം നൽകുവാനും നിങ്ങളുടെ വിധേയത്വത്തെ നയിക്കുവാനും എന്നെ അനുവദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ മഹാദാനത്തിന് പ്രത്യുത്തരം അരുളുക. പ്രാർത്ഥനയുടെ വൈദികർ ആകാനുള്ള എൻ്റെ നിർബന്ധപൂർവമായ ക്ഷണത്തിന് നിങ്ങൾ അനുകൂലമായ പ്രത്യുത്തരം നൽകുക. ദൈവിക ജീവപ്രകാശത്തിൻ്റെ ശുശ്രൂഷകരും വിതരണക്കാരുമായ നിങ്ങൾ ഈ ദൈവജീവ പ്രകാശം ആത്മാക്കൾക്ക് നൽകുന്നതിൽ നിങ്ങളുടെ പ്രവർത്തികളുടെ മുഴുവൻ കേന്ദ്രീകരിക്കണം. എൻ്റെ വിമല ഹൃദയമാകുന്ന ബലിപീഠത്തിൽ നിങ്ങളുടെ ദൈവിക പ്രാർത്ഥന എന്നോടുകൂടി അർപ്പിക്കുക. സഹിക്കുന്നതിനുള്ള എൻ്റെ മാതൃക്ഷണം നിങ്ങൾ സ്വീകരിക്കുക. ഈ വിധത്തിലത്രേ നിങ്ങളെ ഞാൻ ക്രൂശിതനായ എൻ്റെ മകനോട് സദൃശനാക്കുന്നത്. തന്മൂലം രക്ഷാകര പ്രവർത്തികളിൽ വ്യക്തിഗതമായി സഹകരിക്കുന്നതിന് നിങ്ങൾ പ്രാപ്തരാകുന്നു. എൻ്റെ പ്രിയ സുധരേ, നിങ്ങളുടെ സഹനത്തിലൂടെയാണ് വഴിതെറ്റിപ്പോയ എൻ്റെ അനേകം പാവപ്പെട്ട മക്കളുടെ കഷ്ടതകളെ അകറ്റുവാൻ എനിക്ക് വേണ്ടത് നൽകാൻ നിങ്ങൾക്ക് കഴിയുക. നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്ന പരിശുദ്ധിയിലേക്ക് ചരിക്കുന്നതിനുള്ള എൻ്റെ ക്ഷണത്തിന് അനുകൂലമായ പ്രത്യുത്തരം നൽകുക. കാരണം ഇപ്രകാരമേ നിങ്ങൾ എൻ്റെ വിമല ഹൃദയ പ്രേക്ഷിതരാകാൻ കഴിയുകയുള്ളൂ. നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ ലോകത്തെ പ്രോജ്വലമാക്കുവാനത്രേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിലും ജീവിതത്തിലും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ക്രിസ്തുവിൽ പ്രകാശം വീശണം. സ്നേഹസുധരേ, ഇപ്രകാരമാണ് സഭ മുഴുവനും നവീകരിക്കപ്പെടേണ്ടത്. തദനന്തരം എൻ്റെ സ്നേഹത്തിൻ്റെ മഹാപദ്ധതി നിങ്ങളിലൂടെ പൂർത്തിയാക്കപ്പെടണം. ദൈവത്തിൻ്റെ ദയാമസൃണമായ സ്നേഹത്തിൻ്റെ വിജയം തന്നെയായ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം നിങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടണം. ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനത്ത്. സാത്താനും അവൻ്റെ ശക്തമായ സൈന്യത്തിനുമെതിരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞ ഭീകര സമരത്തിൽ നിങ്ങളുടെ സഹായം എനിക്ക് കണക്കിലെടുക്കാൻ കഴിയുമോ എന്നതും നിങ്ങൾ നൽകുന്ന പ്രത്യുത്തരത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുമായി പ്രത്യേകം ഉദ്യോഗസ്ഥാനങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുകയുണ്ടായി. അതുല്യവും അപരിത്യാജ്യവുമാണ് ഓരോ സ്ഥാനവും. നിങ്ങളുടെ സ്ഥാനം ഏതാണോ, ഞാൻ നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് എങ്ങോട്ട് നിങ്ങളെ ഞാൻ നയിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കരുത്. എന്തെന്നാൽ ഓരോരുത്തരും നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും പരിപൂർണമായുള്ള എൻ്റെ കൃത്യം നിശബ്ദതയോടും എളിമയോടും കൂടെ നിർവഹിക്കണം. ആകയാൽ കേവലമായ വിശ്വാസത്തോടെ നിങ്ങളെ തന്നെ എനിക്ക് ഭരമേൽപ്പിക്കണം. വിധേയത്വത്തോടും പുത്രനിവിശേഷമായ പരിത്യാക്തതയോടും കൂടി എന്നിൽ വിശ്വാസമർപ്പിക്കണം. സന്ദേഹങ്ങളാലോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ അവിശ്വാസത്താലോ ചിലപ്പോൾ അമിതമായി പോകുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളാലോ ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയാലോ നിങ്ങളുടെ പ്രയാണം നിർത്തിക്കളയരുത്. ഞാൻ നിങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ സ്വർഗീയ നായികയുമാണ്. എൻ്റെ ശത്രുക്കൾക്ക് ഭീകരമായ എൻ്റെ അജയ്യ ശക്തിയാൽ ഞാൻ നിങ്ങളെ സന്നദ്ധരാക്കി
എൻ്റെ സൈന്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ആജ്ഞകൾ അനുസരിക്കണം. എന്നിൽ എന്നിരുന്നാലും ചിലർ ഇപ്പോഴും സംശയിക്കുന്നു, അരക്ഷിത ബോധത്തിൽ കഴിയുന്നു. ഉറപ്പിനും പ്രോത്സാഹനത്തിനും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നില്ല. ഈ ദൃശ്യം അവരുടെ പ്രത്യുത്തരം സത്വരമോ സമ്പൂർണമോ അല്ല. വിശ്വാസത്തോടുകൂടെ വർത്തിക്കേണ്ട സമയം ഇതാണ്. കാരണം സമരത്തിന് പോകേണ്ട സമയം വന്നു കഴിഞ്ഞു. എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹം നിമിത്തം നിങ്ങൾ ഓരോരുത്തർക്കും ഈ മഹാസംരംഭത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കർത്തവ്യം എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കും. തൽക്കാലത്തേക്ക് പ്രിയപുത്രരെ, നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും കലവറയില്ലാത്ത ഒരു പ്രത്യുത്തരമത്രേ ഞാൻ ആവശ്യപ്പെടുന്നത്. തദ്വാര മഹത്തായ എൻ്റെ സ്നേഹ സംവിധാനം സാക്ഷാത്കരിക്കപ്പെടുകയും യുദ്ധം എൻ്റെ ആജ്ഞയനുസരിച്ച് നടത്തപ്പെടുകയും ചെയ്യും. ആഗസ്റ്റ് 4, 1979 മാസത്തിലെ ആദ്യ ശനിയാഴ്ച. 180 5 ആദ്യ ശനിയാഴ്ചകൾ. പ്രിയ സുതരെ, സവിശേഷമായ മാതൃസ്നേഹത്തോടെ നിങ്ങളെ ഞാൻ വീക്ഷിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിൽ അടുപ്പിച്ച് അതിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. ഈ സമരത്തിൻ്റെ മണിക്കൂറുകളിലത്രേ തന്മൂലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. എൻ്റെ വിമല ഹൃദയത്തിന് നടത്തുന്ന ആത്മപ്രതിഷ്ഠ, കൂടെ നടത്തുന്ന ജപമാല പ്രാർത്ഥന, എൻ്റെ മാതൃഹൃദയത്തിനെതിരെ ചെയ്യപ്പെടുന്ന ദ്രോഹങ്ങൾക്ക് പരിഹാരമായി മാസത്തിലെ ആദ്യ 5 ശനിയാഴ്ചകൾ നടത്തുന്ന ദിവ്യകാരുണ്യ സ്വീകരണം, ഇവയാണ് എൻ്റെ ആയുധങ്ങൾ. ഈ ശനിയാഴ്ചകളിൽ ജപമാല പ്രാർത്ഥനയിലും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലും അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലും ദിവ്യബലിയുടെ ഭാഗഭാഗിത്വത്തിലും എന്നോടുകൂടി ഐക്യപ്പെട്ടിരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മരണസമയത്ത് പ്രത്യേക സംരക്ഷണവും എൻ്റെ അഭ്യർത്ഥനകൾ അനുസരിച്ച് 5 ആദ്യ ശനിയാഴ്ചകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന പതിവ് നിലനിർത്തുന്ന നിങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ പ്രസാദവരവും നേടിക്കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ മകൾ ലൂസിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിത്യനാശത്തിലാകപ്പെടുന്ന അപകടം വളരെ ഗുരുതരമായിരിക്കുന്ന ഈ അവസരത്തിൽ ആത്മാക്കളെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുക. ഇക്കാലത്ത് എൻ്റെ മക്കൾ നടത്തുന്ന പരിഹാര പ്രവർത്തികൾ വർദ്ധിപ്പിക്കണം. എന്തെന്നാൽ എൻ്റെ അമലോത്ഭവത്തിനും എൻ്റെ നിത്യകന്യകാത്വത്തിനും എൻ്റെ ദിവ്യവും സാർവത്രികവുമായ മാതൃത്വത്തിനും എൻ്റെ സ്വരൂപങ്ങൾക്കുമെതിരെ നടത്തുന്ന അവഹേളനങ്ങൾ വർദ്ധിച്ചു വരുന്നു. സർവോപരി ചെറിയവരുടെ ആത്മാക്കൾ എന്നിൽ നിന്ന് വേർപെടുത്തപ്പെടുന്നു. ഇവയെല്ലാം എൻ്റെ വിമല ഹൃദയത്തിനെതിരെയുള്ള ദ്രോഹങ്ങളാണ്. അവയുടെ എണ്ണം കൂടി വരുന്നു. പുത്രനിർവേശിതവും സ്നേഹനിർഭരവുമായ ഈ പരിഹാര കുരിശുയുദ്ധം നിങ്ങളിലൂടെ വ്യാപകമാകുകയും വളരുകയും വേണം. ഓരോ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ചകൾ നിങ്ങൾക്ക് പരിഹാര പ്രാർത്ഥനയുടെയും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ള വിശാല മനസ്കതയോട് കൂടിയ പ്രത്യുത്തരത്തിൻ്റെയും ദിവസങ്ങളായിരിക്കട്ടെ. എല്ലാറ്റിനും ഉപരി സന്യസ്തരും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരും പ്രസ്തുത ദിവസങ്ങളിൽ പ്രാർത്ഥനായോഗങ്ങളിൽ എന്നോടുകൂടെ സമ്മേളിക്കണം. സമരം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ആത്മീയമായ സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സമയം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഈ പ്രാർത്ഥനായോഗങ്ങളിൽ നിങ്ങൾ എൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കും. കാരണം നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടൊത്ത് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോഴും അവൾ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ വിധം നിങ്ങളിൽ നിന്ന് അധികം പ്രായശ്ചിത്ത പ്രവർത്തികൾ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ ഈ വിഷമമേറിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ശക്തിയും വെളിച്ചവും ലഭിക്കുകയും ചെയ്യും. ആഗസ്റ്റ് 22, 1979 രാജ്ഞിയായ മറിയത്തിൻ്റെ തിരുനാൾ. 181 വിശ്വസ്തരും സദാ സന്നദ്ധരും അനുസരണശീലമുള്ളവരും ആകുക. ഞാൻ നിങ്ങളുടെ രാജ്ഞിയാകുന്നു. എൻ്റെ പ്രിയപുത്രന്മാരെ, വിശ്വസ്തരും സന്നദ്ധരും അനുസരിക്കുന്നവനുമായ പ്രജകളാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യുമ്പോഴും എൻ്റെ സ്വരം കേൾക്കുമ്പോഴും ഞാൻ നിങ്ങളെ നയിക്കുന്നതിന് വിധേയത്വത്തോടെ എന്നെ അനുവദിക്കുമ്പോഴും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ ജീവിതാവസ്ഥ ആവശ്യപ്പെടുന്ന കർത്തവ്യങ്ങളോട് പരിപൂർണമായ വിശ്വസ്തത പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള വിശ്വസ്തത അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിങ്ങൾ എല്ലാവർക്കും നല്ല മാതൃക നൽകണം. എന്നോട് വിശ്വസ്തത പാലിക്കുന്നവൻ അവൻ്റെ ജീവിതത്തെ എൻ്റെ ഛായ പ്രതിബിംബിപ്പിക്കുന്ന ദർപ്പണമാക്കി തീർക്കുകയും എൻ്റെ എല്ലാ പുണ്യങ്ങളുടെയും സൗരഭ്യം അവൻ ചുറ്റും പരത്തുകയും ചെയ്യും.
വിശ്വസ്തനായിരിക്കുന്നവൻ വിശ്വാസത്തോടും പരിത്യാഗത്തോടും കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ പുരോഗമിക്കുന്നു. യാതൊരു സൃഷ്ടികളിലും ദൃഷ്ടി ഉറപ്പിക്കാതെ, മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കാതെ, സഹായത്തിനോ പ്രോത്സാഹനത്തിനോ വേണ്ടി അന്വേഷിക്കാതെ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങിക്കൊള്ളുക. കാൽവരിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തും വരെ കുരിശിൻ്റെ വഴിയിലൂടെ തന്നെ നയിക്കുന്നതിന് എന്നെ അവൻ അനുവദിക്കുന്നു. നിങ്ങളുടെ വിശ്വസ്തതയുടെ അളവ് വീരോചിത പുണ്യത്തിൽ എത്തുന്നത് നിങ്ങൾ സമ്പാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പുണ്യത്തിൻ്റെ അളവ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനെയും നിശബ്ദരാക്കുന്നതിനും വസ്തുക്കൾ പരിത്യജിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ ആജ്ഞകൾ അറച്ചു നിൽക്കാതെ ഉടനടി നിർവഹിക്കുന്നെങ്കിൽ നിങ്ങൾ സത്വര പ്രതിഷ്ഠാനിഷ്ഠരായിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരികയുണ്ടായി. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ എന്തുകൊണ്ട് അതിലെ നടക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളിൽ ചിലർ യാത്ര തുടരാതെ ഇപ്പോഴും നിശ്ചയമില്ലാത്തവരും അപകടബോധമുള്ളവരുമായി കഴിയുന്നു? എൻ്റെ ശത്രു നിങ്ങളുടെ യാത്രയ്ക്ക് വിരാമമിടുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അവിശ്വാസ്യത കൊണ്ട് അവർ നിങ്ങളെ തളർവാദ രോഗികളാക്കി തീർക്കുന്നു. നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മഹാസമരത്തിന് നിങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ രൂപീകരിച്ചപ്പോഴും നിങ്ങളെ ഞാൻ കൈക്ക് പിടിച്ച് നയിച്ചപ്പോഴും എൻ്റെ സമര പദ്ധതി എങ്ങനെയാണെന്ന് ഞാൻ മുൻകൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആയുധങ്ങൾ, പ്രാർത്ഥന, നിങ്ങളുടെ വൈദിക പ്രാർത്ഥന, തുടരെ തുടരെ ചൊല്ലുന്ന ജപമാല, സഹനം, നിങ്ങളുടെ പുരോഹിത ബലിയർപ്പണം എന്നിവ പ്രയോഗിക്കുമ്പോൾ സത്വരം പ്രവർത്തന നിരതമാകും. നിങ്ങളുടെ രാജ്ഞിയുടെ ആജ്ഞകൾ നിർവഹിക്കുന്നതിന് നിങ്ങൾ സദാ സന്നദ്ധരായിരിക്കണം. കാരണം ക്ലേശകരവും നിർണായകവുമായ ഈ ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ എല്ലാം സംഭവിക്കും. ദൈവം എൻ്റെ സൈന്യത്തിൻ്റെ തലവനായി എൻ്റെ പുത്രൻ യേശുവിൻ്റെ വികാരിയെ നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പിൻചെന്നുകൊണ്ട് ഗൗരവാവഹമായ പ്രസ്തുത മണിക്കൂറിലൂടെ കടന്നു പോകുവാൻ നിങ്ങളും വിളിക്കപ്പെടും. യേശുവിൻ്റെ വികാരി ശക്തിയോടും ധീരതയോടും കൂടെ തൻ്റെ പരിപൂർണ ഹോമയാഗങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയത്രേ. ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ദീർഘനാളുകളായി ഞാൻ അദ്ദേഹത്തിനെ ഒരുക്കുകയായിരുന്നു. തിരുസഭ വൈദികർക്ക് വേണ്ടി ക്രോഡീകരിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് പരിപൂർണ വിധേയത്വം പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. ഇതാണ് നിങ്ങളുടെ വിശേഷ വസ്ത്രം. സമരത്തിൽ മുറിവേൽക്കാതിരിക്കുന്നതിന് നിങ്ങളെയെല്ലാം ഈ വിശേഷ വസ്ത്രം ധരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ നിശബ്ദവും വിനീതവും പരിപൂർണവുമായ അനുസരണമത്രേ ഈ വിശേഷ വസ്ത്രം. മാർപ്പാപ്പയോടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരോടും നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളോടും അനുസരണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ എല്ലാറ്റിനും ഏറ്റവും നിസ്സാര കാര്യങ്ങളിൽ പോലും ശിക്ഷണമുള്ളവരായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പുത്രൻ യേശുവിനെ അനുകരിക്കുന്നതിന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പിതാവിനോട് എപ്പോഴും സത്വരം പ്രത്യുത്തരമരുളുക. യേശുവാകട്ടെ നിങ്ങളെ പ്രതി തന്നെ അനുസരണത്തിൻ്റെ കുരിശുമരണം വരെയുള്ള അനുസരണത്തിൻ്റെ പരിപൂർണ മാതൃകയാക്കി. നിങ്ങളെല്ലാവരും വിശ്വസ്തരും സദാസന്നദ്ധരും അനുസരണയുള്ളവരും ആയിരിക്കുമെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരിലും വാഴുന്നതിന് എനിക്ക് സാധ്യമാകും. നിങ്ങളിലൂടെ ലോകം മുഴുവനും ഭരിക്കുന്നതിന് കഴിയും. ഈ ദൃശ്യം ക്രിസ്തുരാജൻ തൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം നിങ്ങളുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുന്നതിനും വരുന്ന സമയമാകുമ്പോൾ അവന് വഴിയൊരുക്കുവാൻ എനിക്ക് സാധ്യമാകും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് ആത്മീയമായ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മളെ വഴി നടത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ ചെയ്യുന്നതിനും അതിൽ ഉറച്ചു നിൽക്കുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവ് പ്രതീക്ഷിക്കുന്ന ഉയർന്ന വിശുദ്ധിയുടെ ഒരു ഉയർന്ന ജീവിത നിലവാരം കാഴ്ചവെക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ത്രിത്വൈക ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കൊന്നായിരിക്കാം. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് അനുദിനം വളരുന്നതിന് ഇടയാകട്ടെ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന.
ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, ആരാധന. യേശുവേ ആരാധന.